ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചോറിൻ്റെയും കഞ്ഞിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മീഡിയം സൈസിലുള്ള 2 പച്ചക്കായാണ്. ഇത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇനി ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ ഒരു 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു, കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പച്ചക്കായ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ഉപ്പേരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ നേന്ത്രക്കായ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കേണ്ട ആവശ്യമുണ്ട്. അതെല്ലാം ഉപ്പേരി ഉണ്ടാക്കുന്ന പെട്ടെന്ന് വേവുന്ന പഴമാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചെറിയ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ആ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 1/2 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4-5 ഇല കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അരഞ്ഞു പോവണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ ഈ പച്ചക്കായ ഞാനിവിടെ നേന്ത്രക്കായ അതുകൊണ്ട് തന്നെ 1-2 തവണ മൂടി തുറന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. എന്നാലും ചെറുതായിട്ട് വെള്ളമുണ്ട്, അതും കൂടി ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ നേന്ത്രക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള വൻപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വൻപയറാണ് ഉണ്ടായിരുന്നത്. അത് ഉപ്പ് ചേർത്തിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ വൻപയറും ഈ തേങ്ങാക്കൂട്ട് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ തേങ്ങാക്കൂട്ടും വൻപയറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന വരെ ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് നല്ല ചൂട് ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു ഉപ്പേരിയാണ്. അത് മാത്രമല്ല നമുക്ക് ചൂടോടെ കട്ടൻ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.